പല കന്നഡ സിനിമകളെയും റെഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. ഇതൊരു എക്സ്പെരിമെൻ്റൽ സിനിമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സിനിമയുടെ കഥ റിവെഞ്ച് സ്റ്റോറി ആണെങ്കിൽ പോലും അവർ സിനിമ എടുത്തിരിക്കുന്ന മേക്കിംഗ് സ്റ്റൈൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. കന്നഡ കേരള ബോർഡറുകളിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ഇതിലെ ഫൈറ്റ് സീൻസൊക്കെ പ്രത്യേകിച്ച് ഷാപ്പിലെ ഫൈറ്റ് സീൻസ് ഒക്കെ വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ഷാപ്പിൽ ഒരു പാട്ടിൽ തുടങ്ങി പിന്നീടത് അവസാനിപ്പിക്കുമ്പോഴേക്കും ഫൈറ്റിൽ കലാശിക്കുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ട 2 കുട്ടികളുണ്ട്, പ്രവീൺ DJ ആൻഡ് മെറിൻ ജോസ്. ഇവരുടെ പെർഫോമൻസ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ മണികണ്ഠ രാജയുടെ പെർഫോമൻസ് വളരെയധികം അഭിനന്ദിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീൻ, അതുപോലെ സ്ലോ മോഷൻ്റെ രംഗങ്ങളൊക്കെ. ഓരോ അഭിനേതാക്കൾക്കും തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഥാപാത്രം തങ്ങളുടെ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ അതിഗംഭീരമായി ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പേടിത്തൊണ്ടനായ ലുക്മാൻ്റെ കഥാപാത്രം ക്ലൈമാക്സ് സീൻസൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന മാറ്റം, അതുപോലെ തന്നെ ചെമ്പൻ വിനോദിൻ്റെ പ്രകടനം തുടങ്ങിയവയെല്ലാം പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. മ്യൂസിക് വർക്ക്, എഡിറ്റിംഗ് വർക്ക്, സിനിമാറ്റോഗ്രാഫി വർക്ക് എന്നിവയൊക്കെ വളരെയധികം നന്നായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് സീനൊക്കെ ഗംഭീരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ പോലും അമിത പ്രതീക്ഷ വെച്ച് ഈ സിനിമ ദയവായി കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് തമിഴ് ആക്ഷൻ സിനിമകളുമായിട്ട് ദയവായി കമ്പയർ ചെയ്യരുത്. ആ പ്രതീക്ഷ വെച്ച് ദയവായി നിങ്ങൾ ഈ സിനിമ കാണരുത്.